ഈ ഒരു ലോക്കറ്റ് കണ്ടില്ലേ, ഇത് റിയൽ ഗോൾഡ് ആണ്. ഗോൾഡ് അതുപോലെ പെരിഡോട്ട് സ്റ്റോൺ ആണ് ഇതിലുള്ളത്. അതേപോലെ നമ്മളൊരു റിങ്ങും ഗോൾഡിൽ ചെയ്തിട്ടുണ്ട്. ഇത് എമറാൾഡ് ആണ്. എമറാൾഡ് സ്റ്റോൺ വിത്ത് റിയൽ ഗോൾഡ്. ഇതുവരെ നമ്മൾ വെള്ളിയിലും അതുപോലെ പഞ്ചലോഹത്തിലൊക്കെയാണ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഗോൾഡിൽ ചെയ്യാണ്. അപ്പം ഇത് എമറാൾഡ്, ഇതാണ് എമറാൾഡ്. എമറാൾഡ് 4.7 കാരറ്റ് ആണ് ഇത് ഉള്ളത്. അതായത് 0.94 ഗ്രാം വരും ഇത്. ഈ എമറാൾഡിന്റെ ഈ ഒരു റിങ്ങിന് 3 ഗ്രാമാണ് കറക്റ്റ് വരുന്നത്. 3 ഗ്രാമിൽ നിന്ന് ഈ 0.94 കുറയ്ക്കുമ്പോൾ 2.08 ഗ്രാമാണ് ഇത് വരുന്നത്. 2.08 ഗ്രാം ഗോൾഡും അതുപോലെ ഈ എമറാൾഡും. അതുപോലെ ഇത് പെരിഡോട്ടാണ്. പെരിഡോട്ട് 3.5 ഗ്രാം ആണ് ഇതുള്ളത്. 3.47, 3.49 അങ്ങനെ ഏകദേശം 3.5 കൂട്ടാം. അപ്പം അതിൽ 0.84 ഗ്രാമാണ് ഈ ഒരു പെരിഡോട്ട് സ്റ്റോൺ ഉള്ളത്. പെരിഡോട്ട് അറിയാലോ, എമറാൾഡിന് പകരം ഉപയോഗിക്കുന്ന നല്ലൊരു സ്റ്റോണാണ് പെരിഡോട്ട്. അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് നെറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ കാണാം. പെരിഡോട്ട് എന്താണ്, എങ്ങനെയാണ്, അതുപോലെ എമറാൾഡ് എന്താണ്, അതിൻ്റെ റേറ്റ് എന്താണെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇത് 3.5 ഗ്രാം ഇത് മൊത്തം ഉണ്ട്. അതിൽ നിന്ന് 0.84 ഈ കല്ലിൻ്റെ കുറയ്ക്കുമ്പോൾ 2.66 ഗ്രാമാണ് ഇതുള്ളത്. ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഗോൾഡിൽ നമുക്ക് 22 കാരറ്റ് ഉണ്ടാക്കാം, 18 കാരറ്റ് ഉണ്ടാക്കാം, 14 കാരറ്റ് ഉണ്ടാക്കാം, 12 കാരറ്റ് ഉണ്ടാക്കാം, ഇനി 9 കാരറ്റും ഉണ്ടാക്കാം. നമുക്ക് ഏത് കാരറ്റിൽ വേണമെങ്കിലും ഗോൾഡ് ഉണ്ടാക്കാം. അപ്പോൾ അതിനനുസരിച്ച് വില കുറഞ്ഞു കുറഞ്ഞു വരും. പണയം വെക്കാൻ പോകുമ്പോൾ ഈ 9 കാരറ്റും കൊണ്ട് പണയം വെക്കാൻ പോയി കഴിഞ്ഞാൽ ചില ബാങ്കുകാർ അത് സമ്മതിക്കില്ല. ചിലവർ അതിനനുസരിച്ച് റേറ്റ് എടുക്കും, അതിന് പണയം വെക്കാൻ തരുള്ളൂ. അതായത് 22 കാരറ്റ് കൊണ്ടാണ് നമുക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്രാമിന് ഏകദേശം 15,000 അടുത്താണ് റേറ്റ് വരിക, ഗ്രാം റേറ്റ്. അതേപോലെ 18 കാരറ്റ് ആണെങ്കിൽ 13,000 അടുത്താണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് കുറഞ്ഞു വരും. 14 കാരറ്റ് ആണെങ്കിൽ നമുക്ക് 9,000 രൂപയ്ക്ക് ഗ്രാം പണിയാൻ പറ്റും. ഇത് 14 കാരറ്റിൻ്റെ ആണ്. 12 കാരറ്റിൻ്റെ നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 8,000 രൂപയ്ക്കും, 9 കാരറ്റ് ആണെങ്കിൽ ഒരു ഗ്രാമിന് വെറും 7,000 രൂപയ്ക്ക് നമുക്ക് ഗോൾഡ് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അതിനനുസരിച്ച് അതിൽ കോപ്പറിൻ്റെ അളവ് കൂടും, ഗോൾഡിൻ്റെ അളവ് കുറയും, ബലം കൂടും. ഇപ്പോൾ ഗോൾഡിൽ സ്വർണത്തിൻ്റെ അളവ് കുറയും തോറും ചെമ്പിൻ്റെ അളവ് കൂടും. ചെമ്പിൻ്റെ അളവ് കൂടും തോറും അതിൻ്റെ ബലം കൂടി വരും. അപ്പോൾ നമ്മുടെ ബില്ലു ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുതിയത് എന്തെങ്കിലും കാണുമ്പോൾ ആൾ ഓടി വന്ന് നോക്കും എന്താണ് സംഭവം എന്നൊക്കെ. ആളെപ്പോഴും കൂടെ ഉണ്ട്. ചില സമയത്ത് പുതിയ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഓടി വരും എൻ്റെ അടുത്തേക്ക്. നല്ല ഒരു പൂച്ചയാണിത്. ഇതിന് വലിയ ശബ്ദങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല. എന്തെങ്കിലും ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ വന്നിങ്ങനെ വന്നിരിക്കും. ആൾ എന്നിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പോവുകയും ചെയ്യും. ആളുടെ ഫുഡൊക്കെ അവിടെ റെഡിയാണ് ആ സൈഡിൽ, എന്നാലും വന്നിങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും റിങ്ങോ അല്ലെങ്കിൽ പെൻഡൻറ്റോ ചെയിനോ എന്ത് വേണമെങ്കിലും നമുക്ക് ഗോൾഡിൽ ഉണ്ടാക്കാം. ഹാൾമാർക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ഗ്രാമിന് 1000 രൂപയാണ് അതിൻ്റെ ഹാൾമാർക്ക് ചെയ്യാനുള്ള ചിലവ്. കാരണം അത് കൊണ്ടുപോയിട്ട് കറക്റ്റ് അതിൽ എത്ര കാരറ്റ് ആണെന്നുള്ളത് നോക്കി ആ കാരറ്റ് അതിലവർ രേഖപ്പെടുത്തി തരും. അതിന് നമുക്ക് 1 ഗ്രാമിന് 1000 രൂപ ചിലവുണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അതും കിട്ടും, അതല്ലാന്നുണ്ടെങ്കിൽ അല്ലാതെയും കിട്ടും. നമുക്കത് ചെയ്യാൻ പറ്റും. ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാമിന് 800 രൂപയാണ് അവർ വാങ്ങിച്ചത്. അപ്പോൾ അതും അതിൻ്റെ കൂടെ പ്ലസ് ആയിട്ട് ഗ്രാമിന് 800 രൂപ അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു ഒരു ഡിസൈൻ അല്ലേ ഇത്, സൂര്യൻ്റെ. ഇത് നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്തതാണ്. അവർ വരച്ച് നമുക്ക് അയച്ചു തന്നു. നമ്മളിവിടെ കമ്പ്യൂട്ടറിൽ ചെയ്തിട്ട് അതിൻ്റെ ഡൈ എടുത്ത് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് അതിന് ഗ്രാമിന് 800 രൂപ ചിലവ് വരുന്നത്. ഇതൊക്കെ അങ്ങനെയാണ്. ഇത് ഹാൻഡ് മെയ്ഡ് എന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ ഇതേപോലെ നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്ത് അതിൻ്റെ ഒരു ഡൈ ഉണ്ടാക്കി പിന്നെ ആ ഡൈയുടെ അളവിൽ ചെയ്യുന്നതാണ്. ഏത് ഡിസൈനും നമുക്ക് ചെയ്യാം.